ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നമുക്കൊരു കുട്ടി ഗിറ്റാർ ചെയ്യാവേ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഗിറ്റാറിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഒരു വൈറ്റ് പേപ്പറിൽ വരച്ച് വെച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്ന കാർഡ്ബോർഡിലാണ്. പിന്നെ ഇത് വന്നിട്ട് സൗണ്ട് ഹോളുള്ള ഭാഗമാണ്. ഇതൊരെണ്ണേ ഞാൻ എടുക്കുന്നുള്ളൂ. പിന്നെ ഇത് ബോഡിയാണ്. ബോഡി രണ്ടെണ്ണം ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ വന്നിട്ട് ഫ്രെറ്റ്സ് ബോർഡാണ്. ഫ്രെറ്റ്സ് ബോർഡ് നീളത്തിൽ ഒരെണ്ണം, ഫ്രെറ്റ്സ് ബോർഡും ഹെഡും കൂടെ സെപ്പറേറ്റ് കട്ട് ചെയ്ത് രണ്ടെണ്ണം കൂടെ വേണം. പിന്നെ ഈ അടിഭാഗം വളഞ്ഞിരിക്കുന്നത് ഈ നീളത്തിൽ കട്ട് ചെയ്തേക്കുന്ന ഫ്രെറ്റ്സ് ബോർഡ് നമുക്ക് ദാ ഇവിടെയാണ് ഒട്ടിക്കേണ്ടത്. ഈ സൗണ്ട് ഹോളോട് ചേർത്തായിരിക്കും ഒട്ടിക്കേണ്ടത്. അവിടെ അങ്ങനെ വളച്ച് കട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കറക്റ്റ് ഷേപ്പ് കിട്ടുകയില്ല. പിന്നെ രണ്ടാമത്തെ ഫ്രെറ്റ്സ് ബോർഡ് നമുക്ക് ഇവിടുന്ന് വേണം ഒട്ടിക്കാനായിട്ട്. അതായത് 2 ഫ്രെറ്റ്സ് ബോർഡ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് ഒന്നാമത്തെ ഫ്രെറ്റ്സ് ബോർഡിനെക്കാട്ടിലും നീളം കുറച്ച് കട്ട് ചെയ്താലും മതി. അതിതാ ബോഡിയോട് ചേർത്ത് വേണം ഒട്ടിക്കാനായിട്ട്. പിന്നെ ഇതാണ് ഹെഡ്. ഇത് ഫ്രെറ്റ്സ് ആണ്. ഫ്രെറ്റ്സ് ബോർഡിൽ ഒട്ടിക്കാനുള്ളതാണ്. അടുത്തത് ബ്രിഡ്ജാണ്. ബ്രിഡ്ജ് ഒരെണ്ണം മതിയാവും. പിന്നെ താഴെ കൊടുത്തിരിക്കുന്ന സാഡിലാണ്. അത് ബ്രിഡ്ജിൻ്റെ മുകളിൽ ഒട്ടിക്കാനായിട്ടുള്ളതാണ്. ബ്രിഡ്ജിൻ്റെ പിന്നൊന്നും നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ചെയ്യുന്ന വീഡിയോ കണ്ടിട്ട് വരാം. ഒരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഗിറ്റാറിൻ്റെ പാർട്സൊക്കെ വരച്ചു കൊടുക്കാം. എന്നിട്ട് കട്ട് ചെയ്തെടുക്കണം. അതിന് ഞാനൊരു കാര്യം പറയാം. ഞാൻ ഇതൊന്നും അളന്നല്ല എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളെ അളവൊന്നും കാണിക്കാത്തത് കേട്ടോ. ഇനി കാർഡ്ബോർഡേ വരയ്ക്കുന്ന തെറ്റിപ്പോകുമെന്നുള്ള പേടിയാണെങ്കിൽ അളവെടുത്തിട്ടാണെങ്കിലും വരയ്ക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു വൈറ്റ് പേപ്പറിലോട്ട് ഇതിൻ്റെ പാർട്സൊക്കെ വരച്ചിട്ട് അത് വെട്ടിയെടുത്തിട്ട് വിത്തിലോട്ട് വെച്ച് കട്ട് ചെയ്തെടുത്താലും മതി. എളുപ്പത്തിന് 3 ഫ്ലെക്സ് ബോർഡ് ഒരേ അളവിനാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ നിന്ന് ഒരെണ്ണം മാറ്റിയിട്ട് ബാക്കി രണ്ടെണ്ണത്തിൻ്റെ ഹെഡ് കട്ട് ചെയ്യുന്നുണ്ട്. താഴ്ഭാഗം കൂടെ കുറച്ച് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. കട്ട് ചെയ്ത് ഹെഡ് കളയേണ്ട, അത് നമുക്ക് പിന്നീട് ആവശ്യമുണ്ട്. ഇനി ബോഡി പാർട്സ് എല്ലാം കൂടെ ഒട്ടിച്ച് കൊടുക്കാം. സൗണ്ട് ഹോള് കട്ട് ചെയ്ത് ആ ഭാഗം മുകളിൽ വരുന്ന പോലെ വേണം ഒട്ടിച്ച് കൊടുക്കാനായിട്ട്. അതിനുശേഷം ബുക്കിൻ്റെ ചട്ടയോ അല്ലെങ്കിൽ കാർഡ്ബോർഡ് രണ്ടായിട്ട് പൊളിക്കുമ്പോൾ ഇതുപോലൊരു പേപ്പർ കിട്ടും. അത് വെച്ചിട്ട് സൈഡ് ഒന്ന് നീറ്റായിട്ട് ഒട്ടിച്ച് കൊടുക്കണം. നീളം കുറഞ്ഞ ഫ്ലെക്സ് ബോർഡ് രണ്ടും ഇതുപോലെ ഒന്ന് ഒട്ടിക്കണം. അതിനുശേഷം നീളം കൂടിയ ഫ്ലെക്സ് ബോർഡിൻ്റെ അടിയിലേക്ക് ഇത് വീണ്ടും ഒട്ടിക്കണം. നമ്മൾ മുമ്പേ കട്ട് ചെയ്ത ഹെഡില്ലേ, അപ്പോൾ അതും ഇതുപോലെ തന്നെ ഒട്ടിക്കണേ. ഇനി ഫ്രെറ്റ്സും കൂടെ ഒട്ടിച്ച് കൊടുക്കുക. അതിനായിട്ട് കട്ടി കുറഞ്ഞ ഈർക്കിലിയോ അല്ലെങ്കിൽ ഐസ്ക്രീം സ്റ്റിക്ക് കുട്ടി കുട്ടിയായിട്ട് കട്ട് ചെയ്ത് ഇതുപോലെ എടുത്താലും മതി. അത് വേണേലും ഒട്ടിച്ച് കൊടുക്കുക. ഇനി അടുത്ത ബ്രിഡ്ജാണ്. ബ്രിഡ്ജിൻ്റെ മുകളിൽ സാഡിലിനായിട്ട് ഐസ്ക്രീം സ്റ്റിക്ക് തന്നെയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ബ്രിഡ്ജ് നമ്മുടെ ഗിറ്റാറിൻ്റെ ബോഡിയിലോട്ടും കൂടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. അടുത്ത ട്യൂണിങ്ങിൻ്റെ കമ്പിയാണ് റെഡിയാക്കേണ്ടത്. അതിനായിട്ട് ഞാൻ പഴയ ഒരു ജിമിക്കി എടുത്തിട്ടുണ്ട്. അതിനടിയിലത്തെ മുത്ത് ഇളക്കി എടുക്കുന്നുണ്ട്. അതൊന്ന് നിവർത്തി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കിട്ടും. അത് ഇതുപോലെ ഒന്ന് വെക്കാം. അതിനുശേഷം ജിമിക്കിയിൽ നിന്ന് കുറച്ച് മുത്തും കൂടി ഊരിയിട്ടൊന്ന് നൂർത്തെടുക്കാം. എന്നിട്ട് അകത്തേലെ ആ വെള്ളമുത്തൊന്ന് ഊരി മാറ്റാം. അത് കഴിയുമ്പം ഒരു മുട്ടുസൂചിയുടെ പോലെയൊക്കെ കിട്ടും. അപ്പോൾ അതുകൂടെ നമുക്ക് സൈഡിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി കളറിങ് സ്റ്റാർട്ട് ചെയ്യാം. ബോഡിക്കും ഹെഡിനും ബ്രൗൺ കളറാണ് കൊടുക്കുന്നത്. പിന്നെ ഫ്രെറ്റ്സ് ബോർഡിനും ബ്രിഡ്ജിനും ബ്ലാക്ക് കളറാണ് കൊടുക്കുന്നത്. ഫ്രെറ്റ്സിനും സാഡിലിനും വൈറ്റ് കളറാണ്. ഡിസൈനും വൈറ്റ് കളറാണ് കൊടുക്കുന്നത്.
ഇനി സ്ട്രിങ്ങും കൂടി ഒന്ന് റെഡിയാക്കണം. അതിനായിട്ട് ഗോൾഡൻ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. മുകളിലത്തെ മുത്തേ കൊണ്ടുവന്ന് കെട്ടിയിട്ടിട്ട് താഴെ ബ്രിഡ്ജിൻ്റെ അവിടെ വന്ന് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 4 സ്ട്രിങ്ങാണ് ചെയ്തെടുക്കുന്നത്. താഴെ ബ്രിഡ്ജിൻ്റെ അവിടെ ബ്ലേഡ് വെച്ചിട്ട് ഒന്ന് വരഞ്ഞതിന് ശേഷം പശ തേച്ച് അതിനുള്ളിൽ നൂല് കയറ്റി വിടുവാണെങ്കിൽ അതായിരിക്കും സെക്യൂർഡ് ആയിട്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട് നമ്മുടെ കുട്ടി ഗിറ്റാർ? ഇഷ്ടമായോ? ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ചെയ്യാൻ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ എന്തായാലും ചെയ്തിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.